തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ദൈവവചനത്തിൽ നിന്നും ത്രിയേക ദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ വിഷയം തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ 3 ദിവസവും ക്രിസ്തുവും യഹോവയും തമ്മിലുള്ള ബന്ധം അവർ ഒന്ന് തന്നെയാണോ അതോ ഇരു വ്യക്തികളാണോ എന്നുള്ള വിഷയമാണ് നാം സംസാരിച്ചത്. ഇതിൽ എന്തുകൊണ്ട് ഇവർ 2 വ്യക്തികളും ഒരേ ആളായി ആകാൻ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ന്യായങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും വളരെയേറെ പറയാനുണ്ട്, പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ അതിൽ നിന്നും പിന്മാറുകയാണ്. ഇതിനെതിരെ ത്രിയേകവാദികൾ നിരത്തുന്ന കുറേ ന്യായങ്ങളുണ്ട്. അതൊന്നും കാണാത്തത് കൊണ്ടല്ല. ആ ന്യായങ്ങളെ അർത്ഥം എന്താണെന്നോ അല്ല ന്യായങ്ങളെ ഖണ്ഡിക്കുവാനോ അതിനുള്ള സമയം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഏലോഹീം എന്നുള്ള പദത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ന്യായങ്ങളെ തീർച്ചയായും ആ ന്യായങ്ങളൊന്നും കാണാതെയല്ല ഇങ്ങനെയൊരു വിശ്വാസത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് തൃത്വത്തിലെ 3ാമത്തെ ദൈവമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനും വേണ്ടത്ര സമയം ലഭിക്കുമെന്ന് നിശ്ചയമില്ല. ഒന്നുകൂടി പറയട്ടെ പ്രിയമുള്ളവരെ, ഇത് ഏതാണ്ട് 1 മാസമായി തുടർന്നു വരുന്ന ഒരു വേദാധ്യയന പരമ്പരയാണ്. ഇത് കേരള വിഷന്റെ മെട്രോ ചാനൽ. ആ പരമ്പര ഇന്നത്തോണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള വിഷയങ്ങൾ ഏതാണ്ട് 31 ദിവസങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ കേൾക്കുവാൻ താല്പര്യമുള്ള എല്ലാ വിഷയങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ അല്ലെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വിഷയങ്ങൾ കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും സാധിക്കും. ഇത് ഒരിക്കലും ഏതെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഇത് ദൈവത്തിൻ്റെ സത്യവചനം മനസ്സിലാക്കി നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഏക ലക്ഷ്യമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. ഇത് സംബന്ധിച്ച് ഏത് സംശയങ്ങളും ആരുമായും പങ്കിടാൻ ഞാൻ തയ്യാറാണ്. അതിന് എൻ്റെ ഫോൺ നമ്പർ അവരുടെ ഉണ്ട്, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടാം. ഇന്ന് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുക. പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയം നോക്കാം. ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള പ്രയോഗം പഴയ നിയമത്തിൽ 2 ഇടങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അത് യെശയ്യാ പ്രവചനം 63 അധ്യായത്തിന്റെ 11-ാം വാക്യവും 51-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യവുമാണ്. ഈ 2 ഭാഗങ്ങൾ മാത്രമേ പരിശുദ്ധാത്മാവ് എന്നുള്ള പ്രയോഗമുള്ളൂ. ബാക്കി ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഏത് വാക്കിൽ നിന്നാണ് ആദ്യമായി ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ള പ്രയോഗം വന്നിരിക്കുന്നത് പഴയ നിയമത്തിലെ എബ്രായ ഭാഷയിൽ റൂഹ എന്നുള്ള പദത്തിൽ നിന്നും പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്നുള്ള പദത്തിൽ നിന്നുമാണ്. ഈ 2 വാക്കുകളാണ് ആത്മാവെന്ന് പരിഭാഷപ്പെടുത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൂഹ, ന്യൂമ, ഈ റൂഹ എന്നുള്ള വാക്ക് 370 തവണ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വരുന്നുണ്ട്. പുതിയ നിയമത്തിൽ ന്യൂമ എന്നുള്ള പദം 400 തവണയും വരുന്നുണ്ട്. ഇവിടെ ഒരിടത്ത് പോലും ഇതൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഇതിനു മുമ്പ് ഞാനൊരു വിഷയത്തിൽ പറഞ്ഞതാണ്. ഈ ആത്മാവ് എന്നുള്ള പദം അത് 12ഓളം അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഈ റൂഹ, ന്യൂമ എന്നീ പറയുന്ന വാക്കുകൾ, ആത്മാവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾക്ക് 12ഓളം അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു സംശയത്തിന് ഒരു പരിധിവരെ നിവാരണമാകും. അപ്പൊ അതിൽ ഒരർത്ഥമെന്ന് പറയുന്നത് ഇൻവിസിബിൾ പവർ എന്നുള്ളതാണ്. അദൃശ്യമായിരിക്കുന്ന ശക്തി, ദൈവത്തിന്റെ അദൃശ്യമായിരിക്കുന്ന ശക്തി എന്നാണ്. അപ്പൊ ഇൻവിസിബിൾ പവർ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം
അവിടെ നാം നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഈ ഭൂമിയുടെ സൃഷ്ടിവേലയിൽ അത് ദൈവത്തിന്റെ ശക്തിയാണ് ഈ സൃഷ്ടിവേല നിർവഹിക്കുന്നത്. ഏലോഹീം എന്നാണ് ദൈവം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ ശക്തിയെ കാണിക്കാനാണ്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാണ് ഈ സൃഷ്ടിവേലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശക്തിയാണ് ഈ സൃഷ്ടിവേല നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇൻവിസിബിൾ പവർ എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നാം അനേക വേദഭാഗങ്ങളിലേക്ക് പോയാൽ ഇത് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിന്റെ ശക്തിയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വളരെയധികം വാക്യങ്ങളുണ്ട്. ഇപ്പൊ മത്തായിയുടെ സുവിശേഷം 12:28 പറയുന്നത്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അത് ദൈവത്തിന്റെ ശക്തി കൊണ്ടല്ലേ. ക്രിസ്തുവിനെ പറഞ്ഞു ഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ് പുറത്താക്കുന്നതെന്നാ പറഞ്ഞു. അല്ല, ഞാൻ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ പുറത്താക്കുന്നത്. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്ക എന്ന അപ്പോസ്തല പ്രവൃത്തികൾ 24:49 നാം കാണുന്നത്. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ക്രിസ്തു പറയുക, നിങ്ങളോ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്ക. ഇത് നാം അപ്പോസ്തല പ്രവൃത്തികൾ 1:4 നമുക്ക് കാണാൻ സാധിക്കും. ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ശിഷ്യന്മാർ ധരിച്ചത് എന്നുള്ളത്. അതുവരെയും നഗരത്തിൽ പാർക്കാനാവുക. അപ്പൊ ഇപ്രകാരം ഇത് അനവധി വാക്യങ്ങൾ തരുവാനുണ്ട്. ഇത് ഒരു ഇൻവിസിബിൾ പവറാണ് എന്നുള്ളത് കാണിക്കാൻ. ഇനി മറ്റൊന്ന്, ഇപ്പൊ മോശയുടെ കാലത്ത് മോശയെ കുറിച്ച് പറയുമ്പോൾ, മോശയുടെ ആത്മാവിൽ കുറെ എടുത്ത് അവൻ 70 പുരുഷന്മാർക്ക് നൽകിയെന്നാ പറയുന്നത്. മോശയുടെ ആത്മാവിൽ കുറെ എടുത്ത് 70 പുരുഷന്മാർക്ക് നൽകുന്നു. അപ്പൊ മോശ ഇസ്രയേലിന്മേൽ നടത്തിയ ന്യായവിസ്താരം, കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കൽ, ഇതിനൊക്കെ ഒരു ശക്തി ആവശ്യമാണ്. ദൈവത്തിന്റെ ജ്ഞാനം അവനാവശ്യമാണ്. അപ്പൊ അവിടെ ദൈവത്തിന്റെ ജ്ഞാനം മോശയ്ക്കുണ്ടായിരുന്നു. ഈ ജ്ഞാനം അത് 70 പേർക്ക്, ഇതൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ഇത് മറ്റുള്ളവർക്കായി പങ്കിട്ടു കൊടുക്കാൻ സാധിക്കും? മോശയുടെ ആത്മാവിൽ കുറെ എടുത്ത് അവൻ 70 പേർക്ക് കൊടുത്തു. അപ്പൊ ഒരു വ്യക്തിയെ കീറി മുറിച്ചു കൊടുക്കാൻ സാധിക്കുമോ? നമ്മൾ നോക്കുക, ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന എലീശ പ്രാർത്ഥിച്ചത്, ആവശ്യപ്പെട്ടത്. അപ്പൊ ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. അപ്പൊ ഈ ഏലിയാവിന്റെ ആത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതെങ്ങനെ അതിന്റെ ഇരട്ടി പങ്കായിട്ട് നൽകാൻ സാധിക്കും? ചിന്തിച്ചു നോക്കുക. യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രയേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അത് അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അപ്പൊ ഒത്നിയേലിനെ കാലേബിന്റെ സഹോദരനായ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രയേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഇപ്പൊ യഹോവയുടെ ആത്മാവ് വന്നു, രക്ഷകനായി. ഈ യഹോവയുടെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ യഹോവയാണെങ്കിൽ പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ ആലോചിക്കുക. ഇനി എന്താ ആത്മാവ്? ഒത്നിയേലിനൊരു ആത്മാവ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആത്മാവ് ഒത്നിയേലിന് അല്ലെങ്കിൽ ഓരോ മനുഷ്യർക്കും ആത്മാവ് ഉണ്ടെന്നാ പറയുന്നു. ഇപ്പൊ ഒത്നിയേലിന് ഒരു ആത്മാവ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒത്നിയേലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു എന്ന് പറയുമ്പോൾ 2 ആത്മാക്കൾ അവിടെ ഉണ്ടോ? ഒത്നിയേലിന്റെ ആത്മാവ് അവിടെയുണ്ട്, യഹോവയുടെ ആത്മാവും ഉണ്ട്. ഇതൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ഒത്നിയേലിന്റെ ഉള്ളിൽ ഈ വ്യക്തിക്ക് വസിക്കാൻ സാധിക്കും? ഇപ്പൊ നിരവധി ഭാഗങ്ങൾ ഇങ്ങനെ, അതൊരു ഇൻവിസിബിൾ പവറാണ്.
ബെസലേലിനെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ നിറച്ചു എന്നാ പറയുന്നത്. അപ്പൊ അതെങ്ങനെ സാധിക്കുന്നു നോക്കുക. അപ്പൊ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ഇൻവിസിബിൾ പവറാണ് ഈ കാണിക്കുന്നത്. മറ്റൊന്ന് ഒരു അർത്ഥം എന്ന് പറയുന്നത് ഡിസ്പൊസിഷൻ, ദൈവത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെയൊക്കെ മനസ്സ്, അതാണ് മറ്റൊരർത്ഥം. അപ്പൊ ഈ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്പൊസിഷൻ, ദൈവത്തിന്റെ ആ മനസ്സ്, ചിന്ത, ജ്ഞാനം, ഇതൊക്കെ അവന് ലഭിക്കുന്നു എന്നാ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒരു വ്യക്തിയാണെങ്കിൽ എന്താ, ഒരാളത്വമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഈ ആത്മാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് നിറയുക അല്ലെങ്കിൽ നിറയ്ക്കുക എന്ന, പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഈ പുറപ്പാട് പുസ്തകം 35:32 പറഞ്ഞ അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ ജ്ഞാനവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ആരെയാ? ബെസലേലിനെ നിറയ്ക്കുന്ന കാര്യ പറയാം. സമാഗമന കൂടാരത്തിന്റെ വേലകൾ ചെയ്യാൻ വേണ്ടി അവൻ ദിവ്യാത്മാവിനാൽ അവരെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ ജ്ഞാനവും കൊണ്ട് നിറച്ചിരിക്കുന്നു. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 4:30 പറയുക, 31 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇതൊരു വ്യക്തിയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ ഒരേ സമയം ഈ വ്യക്തി പ്രവേശിക്കുന്നത്? അപ്പൊ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതിലും വീണ്ടും 6:3-5 വാക്യങ്ങളിൽ പറയുന്നത് അത് തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തി ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അവരെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുക. ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ മറ്റൊരാളിൽ നിറയാൻ സാധിക്കും ഇതുകൊണ്ട്, ഈ ഒരു വ്യക്തിയെ കൊണ്ട്? നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഈ മറ്റൊന്ന് പകരുക എന്നുള്ളത്, പരിശുദ്ധാത്മാവിനെ പകരുക. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നതാ. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. എങ്ങനെ പകരാൻ സാധിക്കും? ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ വെള്ളം അല്ലെങ്കിൽ ഒരു ദ്രാവകമാണെങ്കിൽ നമുക്ക് പകരാം. ഖരവസ്തുവാണെങ്കിൽ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പകരാൻ സാധിക്കും. വീണ്ടും പറയാം, അവന്മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പേർക്ക് കൊടുത്തു. അപ്പൊ ഒരാത്മാവിനെ എടുത്ത് 70 പേർക്ക് വിഭാഗിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഇതൊരു വ്യക്തിയാണെങ്കിൽ? ഇങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. ഇനി പറയാ ആവസിക്കുക എന്നാ പറയുന്നത്. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചു എന്ന് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുക. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചു. എങ്ങനെ സാധിക്കും? ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ആവസിക്കാൻ സാധിക്കുമോ? ഇനി മറ്റൊന്ന്, ഇതിനെ അളന്ന് നൽകിയെന്നാ പറയുന്നത്. ആത്മാവിനെ അവൻ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയെ എങ്ങനെ അളന്ന്, ഒരു വ്യക്തിയുടെ ഒരു ഭാഗം നിനക്ക്, ഒരു ഭാഗം മറ്റൊരാൾക്ക് എന്ന് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അളന്ന് നൽകാൻ സാധിക്കുമോ? അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 34-ാം വാക്യമാണ്. ഇനി പറയാ പാനം ചെയ്യുക. ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. 1 കൊരിന്ത്യർ 12:13 പറയുക, അവർ ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ആത്മാവിനെ എങ്ങനെയാ പാനം ചെയ്യുന്നത്? ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ആത്മാവിനെ കുടിക്കാൻ സാധിക്കും? ചിന്തിച്ചു നോക്കുക. ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. നീ അച്ചാരമായി നൽകുക എന്നാ മറ്റൊരു പ്രയോഗം. 2 കൊരിന്ത്യർ 1:22-ലും 5:5-ലും അവൻ പറയുന്നത്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പൊ ഇതൊരു അച്ചാരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ ഒരു കച്ചവടമൊക്കെ ചെയ്യുമ്പോ അച്ചാരം കൊടുക്കുന്നത് എന്താ? മൊത്തം തുകയുടെ ഒരു ചെറിയ ഭാഗം അവർക്ക് അച്ചാരമായിട്ട് നമ്മൾ നൽകുന്നു.
ഇതുപോലെ നൽകാൻ പറ്റുന്ന ഒന്നാണോ? ഒരു വ്യക്തിയെ അച്ചാരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണോ? അതിന്റെ ഒരു ഭാഗം നമ്മൾ ആലോചിക്കുക. വീണ്ടും അവിടെ തന്നെ അതിന്റെ 5:5 പറയാ, അതിനായി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവം തന്നെ. ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നു. ഇനി 1 തെസ്സലോനിക്കർ 5:13 പറയുന്നത് ആത്മാവിനെ കെടുക്കരുതെന്ന്. അതെങ്ങനെ സാധിക്കും? യു ഷുഡ് നോട്ട് ക്വൻസ് ദ സ്പിരിറ്റ്. ആത്മാവിനെ കെടുക്കരുത്. വെള്ളം ആണെങ്കിൽ, അല്ല, തീ ആണെങ്കിൽ, ഈ തീ നമ്മൾ കെടുക്കുന്നത് വെള്ളം ഒഴിച്ച് തീ കെട്ടുപോകും. അപ്പൊ നമ്മിലുള്ളത് ഈ പരിശുദ്ധാത്മാവ്, അതിനെ നമ്മൾ എങ്ങനെ കെടുത്തു കളയാൻ സാധിക്കും? കൊല്ലരുതെന്ന് പറയാം. നിങ്ങൾ ആത്മാവിനെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പറയാം നിങ്ങൾ ആത്മാവിനെ കെടുക്കരുത്. അപ്പൊ ഒരു തീ എങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്തു കളയുന്നു, അതുപോലെ നമ്മിൽ ലഭിച്ച ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആ മനസ്സ്, ദൈവത്തിന്റെ ദൈവം നൽകുന്ന ജ്ഞാനം, ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സ്വഭാവ രൂപവൽക്കരണങ്ങൾ, തിന്മയെ വെറുക്കാൻ നമുക്കുള്ള ഉണ്ടാകുന്ന മാനസിക അവസ്ഥ, നന്മയെ സ്നേഹിക്കാൻ ഉള്ള മാനസികാവസ്ഥ, ഇതൊക്കെ നിങ്ങൾ കെടുത്തു കളയരുത്. സ്നേഹം അതൊരു വലിയ അവസ്ഥയാണ്. ശത്രുവിനെയും സ്നേഹിക്കാനുള്ള മനസ്സ്, ദൈവത്തിന്റെ വചനം പഠിക്കുവാനുള്ള മനസ്സ്, ഇതൊക്കെ ഉണ്ടാകുന്നത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. അതിനെ നാം കെടുത്തു കളയരുത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള മാനസിക വികാരങ്ങൾ, അവയെ നാം കെടുത്തു കളയരുത്. വീണ്ടും പറയാ, യഹോവ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. സദൃശവാക്യം 16 പറയുക, യഹോവ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. അതെങ്ങനെ സാധിക്കും? ഒരു വ്യക്തിയെ ഇങ്ങനെ ആത്മാക്കളെ എന്നാ. അപ്പൊ എത്രയുണ്ട് ആത്മാക്കൾ? ഒന്നിലേറെ ആത്മാക്കളുണ്ടോ? അത് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആത്മാക്കൾ എത്രയുണ്ടെന്നാ നാം കാണുന്നത്? നമ്മള് ദൈവത്തിന്റെ 7 ആത്മാക്കൾ എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. 7 ആത്മാക്കളായ 7 കണ്ണുകൾ, 7 ആത്മാക്കളായ ദീപങ്ങൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന. അപ്പൊ അതെങ്ങനെയാ? അപ്പം പരിശുദ്ധാത്മാവ് ഒന്നിൽ കൂടുതലുണ്ടോ? യഹോവ ഒരാളേ ഉള്ളൂ, പുത്രൻ യേശു ഒരാളേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഒന്നിൽ കൂടുതലാ. അപ്പൊ ദൈവം 3-ൽ നിൽക്കൂല. ദൈവത്തിന്റെ എണ്ണം വളരെ കൂടിപ്പോകും. ത്രിയേകത്വം എന്ന് പറയാൻ പറ്റൂല. വെളിപാട് പുസ്തകത്തിൽ നമ്മളെന്താ അവിടെ പറയുന്നത്? 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ എന്നാ പറയുന്നത്. വെളിപാട് പുസ്തകം 4:5 പറയുന്ന ദൈവാത്മാക്കളായ 7 ദീപങ്ങൾ. വെളിപാട് 4:5 5:6 പറയുന്നത് ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അപ്പൊ ദൈവാത്മാക്കളായ 7 കണ്ണും ദൈവാത്മാക്കളായ 7 ദീപവും. അപ്പൊ പരിശുദ്ധാത്മാവാണല്ലോ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ 7 ഉണ്ടാകാൻ സാധിക്കും? അപ്പൊ ഒന്നിൽ കൂടുതൽ ആത്മാക്കൾ ഉണ്ട് എന്നുള്ളതല്ലേ എന്റെ അർത്ഥം. ഇനി മറ്റൊന്ന് നമ്മൾ നോക്കുക. നമ്മള് യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ വരുമ്പോഴേ നമുക്ക് അവിടെ ഒരു വസ്തുത കാണാൻ പറ്റും. എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ആ ആത്മാവ് എങ്ങനെയാണ്? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. അവന്റെ മേൽ അത് ആ ആത്മാവിന്റെ സ്വഭാവങ്ങളാ പറയുന്നത്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. അപ്പൊ യഹോവയുടെ ആത്മാവ് ഏതൊക്കെ സ്വഭാവത്തിലാണ് ഈ പറയുന്ന എന്റെ യിശായിയുടെ കുറ്റിയിൽ നിന്നും പുറപ്പെടുന്ന ആ മുള, അത് ക്രിസ്തുവിനെ കാണിക്കുന്നത്.
അപ്പൊ ക്രിസ്തുവിൽ വസിക്കുന്ന ദൈവജ്ഞാനത്തിന്റെയും ദൈവത്തിന്റെ ആലോചനകളുടെയും ദൈവിക നിർണയങ്ങളെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിന്റെയും ഒക്കെ ആകത്തുകയായി പറയുന്നത്. അപ്പൊ ഇതേതെങ്കിലും ഒരു വ്യക്തിയാണോ? നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോൾ അപ്പൊ ഇത് എന്താണ് പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവ് വിവിധ സ്വഭാവത്തിൽ കാണുന്നു. അപ്പൊ ഇതൊരു വ്യക്തിയാണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ ഇനി യഹോവയുടെ ആത്മാവെന്നാ പറയുന്നത്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യഹോവയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവും തൃത്വത്തിലെ മറ്റൊരു വ്യക്തിയാണെങ്കിൽ, ഒരു ദൈവമാണെങ്കിൽ, എന്തുകൊണ്ട് യഹോവയുടെ ആത്മാവ് എന്ന് പറയുന്നു? പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പോരെ? ഒരു വ്യക്തിക്ക് 3 ഭാഗങ്ങളുണ്ടെന്നാ പറയുന്നത്, അല്ലേ? ദേഹം, ദേഹി, ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനും അങ്ങനെ 3 ഭാഗങ്ങൾ. പരിശുദ്ധാത്മാവിൽ അപ്പൊ മറ്റൊരു ആത്മാവ് കൂടെ വേണ്ടേ? അപ്പൊ പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ട് യഹോവയുടെ ആത്മാവെന്ന് പറയുന്നു? പരിശുദ്ധാത്മാവിന്റെ ആത്മാവെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇത് യഹോവയുടെ ആത്മാവിനെ കുറിച്ചാണ്. ഇനി മറ്റൊരാത്മാവിനെ കാണാം. അതിനെ ഭോഷ്കിന്റെ ആത്മാവെന്നാ പറയുന്നത്. 1 രാജാക്കന്മാർ 22:22 പറയുന്നത് ഭോഷ്കിന്റെ ആത്മാവെന്ന. അപ്പൊ അങ്ങനെ ഭോഷ്കിന്റെ ആത്മാവിന് വേറൊരു തൃത്വത്തിൽ വരുന്നതെന്നാണോ? പൈശാചികമായ ഒരു തൃത്വമുണ്ടോ? വീണ്ടും പറയാം, ഭീരുത്വത്തിന്റെ ആത്മാവ്, ദാസ്യത്വത്തിന്റെ ആത്മാവ്, ലോകത്തിന്റെ ആത്മാവ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, ഇങ്ങനെയൊക്കെ മറ്റൊരാത്മാവിനെ കുറിച്ച് പറയുക. അപ്പൊ യേശുവിന്റെ മേൽ വസിച്ച ദൈവത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, യഹോവാ ഭക്തിയുടെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ഇതൊക്കെയാണ്. എന്നാൽ മറ്റൊരാത്മാവിനെ കാണുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളാണോ? ദാസ്യത്വത്തിന്റെ ആത്മാവ്, ലോകത്തിന്റെ ആത്മാവ്, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്, ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു തൃത്വം അവിടെ ഉണ്ടെന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇനി ഇത് ഒരു ശക്തിയാണ്, ഇൻവിസിബിൾ പവറാണ് എന്നുള്ളതിന് മറ്റൊരു വലിയ ഉദാഹരണം ഇതാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറിയയോട് പറയുന്ന കാര്യമാണ്. എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആ വരുന്ന പരിശുദ്ധാത്മാവ് എന്താ? അത് ദൈവത്തിന്റെ ശക്തിയാണെന്ന്. അത് നിന്റെ മേൽ നിഴലിടും. അപ്പോൾ എന്താ? നീ ഒരു മകനെ ഗർഭം ധരിക്കും എന്നാ പറയുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 1:20 അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ സംഗതി കുറെ പ്രശ്നം ഉണ്ടാക്കും. മറിയ ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ യേശുവിന്റെ പിതാവ് പരിശുദ്ധാത്മാവാണ്. അപ്പൊ അതൊരു വ്യക്തിയാണെങ്കിൽ പിന്നെ മറിയയെ കന്യകമറിയമെന്ന് വിളിച്ചോണ്ടിരിക്കാൻ പറ്റൂല. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, വേഴ്ചയിൽ നിന്നാണ് കന്യകമറിയാവിന് ഒരു മകൻ ജനിച്ചത് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. മറ്റു വാക്യങ്ങൾ നേരത്തെ പറഞ്ഞു, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കാൻ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ വചനം തന്നെ നമ്മോട് പറയുന്നത്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ശക്തിയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവന്റെ മേൽ വസിക്കുന്നു എന്നാ പറയുന്ന യെശയ്യാ 61. അപ്പൊ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആരെയാ? ക്രിസ്തുവിനെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വസിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇത് തൃത്വത്തിലെ ഒരു അംഗമാണെങ്കിൽ എന്തുകൊണ്ട് യഹോവയുടെ ആത്മാവ് ഇവർ തുല്യ പദവിയുള്ളവരാണ്? യഹോവയുടെ ആജ്ഞകൾ അനുഷ്ഠിക്കാൻ മാത്രമാണോ ഈ പരിശുദ്ധാത്മാവിന് സാധിക്കുള്ളൂ? സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാൻ പരിശുദ്ധാത്മാവിന് സാധിക്കൂലേ? എഫേസ്യർ 5:18 പറയാം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. ഞാൻ നേരത്തെ പറഞ്ഞു, നിറയുക എന്നുള്ളത്
പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒന്നാണ്. അപ്പൊ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് നോക്കിയെന്ന അപ്പോസ്തല പ്രവർത്തികൾ 7:55 പറയുന്നത്. 6:35 പറയുന്ന ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. വീണ്ടും പറയാ, പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തു? അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ലൂക്കോസ് 2:16 മത്തായി 3:11 പറയുന്ന അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പൊ ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ഈ വ്യക്തിയെ കൊണ്ട് ആ വ്യക്തി സ്നാനം സ്നാനകർത്താവ് മറ്റൊരാളാ. പരിശുദ്ധാത്മാവിനാലും തീയാലും എങ്ങനെ സ്നാനം കഴിപ്പിക്കാൻ സാധിക്കും? ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്, എന്നാൽ അവൻ എന്ന് പറഞ്ഞ ക്രിസ്തു നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. അപ്പൊ തുല്യ പദവിയുള്ള ആ 3 ദൈവങ്ങളാണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും അടിമയായിട്ട് വേല ചെയ്യുകയാണോ പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്വം, കടമ? സ്വന്തമായി യാതൊരു ഉത്തരവാദിത്വമില്ലാതെ, വ്യക്തിത്വമില്ലാതെ അപ്പൊ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള അനൗചിത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു എന്നാ നാം കാണുന്നത്. അപ്പൊ ഇങ്ങനെ നാം കാണുമ്പോൾ ഇവയൊന്നും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ആചരിച്ചു പോരാൻ, അംഗീകരിച്ചു പോരാൻ പറ്റുന്ന കാര്യങ്ങളല്ല പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇവിടെ നിവർത്തിക്കുന്നത്, ചെയ്യുന്നത്. ഇങ്ങനെ നിരവധിയായിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അപ്പൊ ഇത് ഈ സങ്കീർത്തനം അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നതും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞത് എവിടെയാ? 2-ാം സങ്കീർത്തനത്തിലാണ്. നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തു. ഇത് പറഞ്ഞത് ആരാ? 2-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോ ഇത് യഹോവ പറയുന്നതാണ്. 2-ാം സങ്കീർത്തനം നോക്കണം, അപ്പൊ കാണാൻ സാധിക്കും. 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സമയം പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് നടക്കുന്നില്ല. അപ്പൊ യഹോവ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അവൻ തന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാലാണ് അരുളി ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു ദാസനായി വേല ചെയ്യുകയാണ്. അപ്പൊ തുല്യ പദവിയിലുള്ള ഒരു ദൈവത്തിന്റെ തുല്യ ഭാഗങ്ങളായിരിക്കുന്ന 3 വ്യക്തികളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ അതെത്രയോ ആ ഉപദേശത്തിന്റെ അനൗചിത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി ചില ചിന്തിക്കും, പരിശുദ്ധാത്മാവിനെ അവൻ അത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതിനും ഇവര് കണ്ടെത്തുന്ന ന്യായങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയ, പക്ഷെ ഒരു കാര്യം മാത്രം പറയുക, അവൻ അത് ഒരു കാര്യസ്ഥൻ എന്നൊക്കെ പറയുമ്പോഴേ അതിനുപയോഗിച്ചിരിക്കുന്ന പദം അവൻ എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അതേ വാക്ക് തന്നെ അതെന്നും അവയെന്നും അവളെന്നും എല്ലാം പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്കിനോസ് എന്ന് പറയുന്ന ഒരു വാക്കാ. അതിനെ അവനെന്ന് പറഞ്ഞതുപോലെ തന്നെ അതെന്ന്, അവളെന്ന്, അവയെന്ന്, ഇറ്റ്സെൽഫ് എന്ന് ഇതെല്ലാം ആ രീതിയിലെല്ലാം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. തെളിവുകൾ തരാം ആവശ്യമാണെങ്കിൽ. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട്
ഒരു കാര്യസ്ഥൻ വരുമെന്ന് പറയുമ്പോൾ അവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു. ദൈവത്തെ നാം പുരുഷനായിട്ടാണ് ആരോപിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിക്കും ഒരു പുരുഷാരോപണം നടത്തുകയാണ്. അതാണ് അതിന്റെ വസ്തുതയുള്ളൂ. ഇതിനെക്കുറിച്ചും വളരെയധികം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ഈ വേദ പഠന പരമ്പര ഇന്നത്തുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഇത് നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ അന്വേഷണങ്ങൾ ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ സഹകരിച്ച എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ എല്ലാ വിധത്തിലുള്ള നന്ദിയും ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കെല്ലാം നല്ല ആലോചന ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്യങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്.